Hello guys, welcome back my YouTube channel. അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ പാലക്കാട് ആണ് ഞാൻ ചെയ്യണേ. അതിപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ സാധാരണ നോർമൽ ഒരു ചെറിയൊരു കുർത്തി എടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ നോർമൽ ഒരു ഹെയർ കട്ട് പോണിറ്റെയിൽ നിങ്ങൾക്ക് അറിയാം. എനിക്ക് വേറെ ഒരു സാധനം ചെയ്യാൻ അറിയത്തില്ല, നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ ഒരു പോണിറ്റെയിൽ വെച്ച് ഞാൻ ജസ്റ്റ് ഹെയർ ഒന്ന് കട്ട് ചെയ്ത് പിന്നെ ഞാനൊരു പൊട്ട് കുത്തി. പിന്നെ ഓൾറെഡി ഞാൻ എന്താ പറയുക തല കഴുകിയിട്ടില്ല കേട്ടോ, ബിക്കോസ് ഞാൻ ഇതിനെയും കൊണ്ടാണ് പോണത്. അപ്പോൾ ഞാൻ തല കഴുകിയില്ല. പിന്നെ ഞാൻ നമ്മുടെ മമാർത്തിൻ്റെ ഒരു വിറ്റമിൻ സി മോയ്സ്ചറൈസർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് മോയ്സ്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോയ്സ്ചറൈസർ എപ്പോഴും നമ്മുടെ ഫേസിലിടണം എന്നാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഇപ്പോൾ മഴയും വെയിലൊക്കെ കൂടി മാറി മാറി വരുന്ന ഒരു വൃത്തികെട്ട കാലാവസ്ഥയാണ് നമ്മുടെ കേരളത്തിലത്തെ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു മോയ്സ്ചറൈസർ വിത്ത് സൺസ്ക്രീൻ, പകലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഞാൻ മിക്കവാറും സ്കിപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് സൺസ്ക്രീൻ എനിക്ക് അതിൻ്റെ ആ മെഴുമെഴുപ്പ് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മിക്കവാറും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇത് ഞാൻ ഇടാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം പുറത്ത് നല്ല വെയിലായിരുന്നു. ദെൻ ഞാൻ സൺസ്ക്രീൻ ഇട്ടു. ദെൻ കുറച്ചൊരു സാധാ ഒരു ടാൽക്കം പൗഡർ ഉണ്ടല്ലോ, അത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ രീതിയിലുള്ള സാധനങ്ങളൊന്നും തന്നെ ഞാൻ ചെയ്യണില്ല. ഒരു ജസ്റ്റ് ഒരു ഐലൈനർ കണ്ണിൽ എഴുതി കൊടുക്കുന്നുണ്ട്. രണ്ട് കണ്ണിലും ഞാൻ മുകളിൽ മാത്രം ഇങ്ങനെ ജസ്റ്റ് ഐലൈനർ ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ബ്ലൂ ഹെവൻ്റെ ഐലൈനറാണ്. നല്ല ഐലൈനറാണ് കേട്ടോ. നല്ല അതിൻ്റെ ടിപ്പൊക്കെ സൂപ്പറാണ്. നമ്മൾ വരച്ച എന്താ പറയുക നിന്നോടത്ത് നിൽക്കുമെന്ന് പറയില്ലേ, അതേപോലെ എവിടെ വെച്ച് അവിടെ നിൽക്കും, ആ സാധനമാണ് അങ്ങനത്തെ. ദെൻ ഞാൻ എൻ്റെ ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഐബ്രോ ഫില്ലിങ് നമുക്ക് ഭയങ്കര മസ്റ്റായൊരു കാര്യമാണ്. നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നമ്മുടെ ഫേസിൻ്റെ ആകൃതി എടുത്ത് കാണിക്കുന്ന ഒരു സാധനമാണ് ഐബ്രോ ഫില്ലിങ്. സോ ഐബ്രോ ഫില്ല് ചെയ്യാൻ മറക്കരുതാരും. ദെൻ ഞാനൊരു ലിപ്പ് ലൈനർ എടുത്ത് ലിപ്പ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ലിപ്പ് ലൈനർ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ലിപ്പ് ലൈനർ ഉപയോഗിക്കേണ്ട. എനിക്ക് പൊതുവേ ലിപ്പ് ലൈനർ ഇട്ടാലാണ് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഒരു വികാരം വരുള്ളൂ. ദെൻ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നത് ആക്ച്വലി ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ എടുത്തിടുന്നത്. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഓറഞ്ചി ഒരു ബ്രൗൺ കൈൻഡ് ഓഫ് കളറാണ്. ദെൻ അതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് കുറച്ചും കൂടി ഒരു റെഡ് മിക്സ് ചെയ്ത് കിട്ടാൻ ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മുടെ സാധാരണ ഡാസ്ലറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, റെഡ് ലിക്വിഡ് ലിപ്സ്റ്റിക്ക്, അത് ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ കുത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ സ്വാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മൊത്തത്തിൽ നല്ലൊരു അടിപൊളി കളറായിട്ട് കിട്ടും നമുക്ക് ആക്ച്വലി. ദെൻ പിന്നെ ഞാൻ ജസ്റ്റ് സാധാരണ നമ്മുടെ ഡെയിലി വെയർ കമ്മൽ നമ്മൾ ഉപയോഗിക്കില്ല, ഈ കോളേജ് അല്ലെങ്കിൽ നമ്മൾ ഈ ഓഫീസ് അങ്ങനത്തെയൊക്കെ ഒരു ജോലിക്കൊക്കെ പോകുന്ന പിള്ളേർക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കമ്മൽസാണ് ഈ സാധനം. അത് ഞാൻ ഇടുന്നുണ്ട്. ദെൻ പിന്നെ അപ്പോഴേക്കും ബാക്കിൽ നിന്ന് ആരോ വന്ന് വിളിച്ചതാണ്, അത് മൈൻഡ് ചെയ്യേണ്ട. ദെൻ ഇതാണ് മൊത്തത്തിൽ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് കുർത്ത വിത്ത് പാൻറ്റ്. ഇത് നല്ല ഭയങ്കര അടിപൊളി കംഫർട്ടായിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ് കേട്ടോ. സോ ഇത്രയുള്ള മേക്കപ്പ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.